ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മർസി അപ്പുറത്ത് നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. മർസിക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട്. നമ്മള് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു. അനക്കാനിട്ട ഡ്രസ്സ് ഉണ്ടായോണ്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് ഫുൾ നനഞ്ഞ് കുളിച്ച് നനഞ്ഞപ്പം മേക്കപ്പ് എല്ലാം പോയി എന്നിട്ട് ഒന്നുകൂടി മേക്കപ്പ് ചെയ്യാൻ അല്ല അവിടെ ഓടിപ്പോയിട്ട് ഇത്തിരി സമയം നല്ല വെയിലുണ്ടായിട്ട് പെട്ടെന്ന് ഒരു കാർ മേഘം വന്നിട്ട് നല്ലൊരു മഴയൊക്കെ വന്നിട്ട് അതെനിക്ക് മഴ എന്ന് പറയാം, മഴ എന്ന് പറയില്ല, അതുകൊണ്ട് എങ്ങനെ പറഞ്ഞേ. പിന്നെ കുറച്ച് അതായത് എന്റെ വർക്ക് സംബന്ധമായ കുറച്ച് പ്രോഡക്ട്സും കാര്യമെല്ലാം വാങ്ങിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നദീർക്കാനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വയസ്സായോണ്ട് ഇവ മുട്ടുകാലും കൈയും വേദന. വയസ്സായോണ്ടല്ല, മുട്ടുകാലല്ല, കാലിന്റെ മുട്ട് എല്ലാം വേദന. നദീർക്കാക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. വിറ്റാമിൻ ഡി തീരെ ഇല്ല. എനിക്ക് ഇതിന് മുമ്പ് ഡോക്ടറെ കാണിച്ചു, പക്ഷെ ഒന്നും ശരിയായില്ല. അപ്പൊ ഒന്നുകൂടി ഒന്ന് കാണിക്കണം. ഇപ്പൊ വെയിലൊന്നും ഇല്ലല്ലോ. വെയിലുണ്ടെങ്കിലും വെയിൽ കൊള്ളൂല. വെയിൽ എനിക്ക് കൊള്ളാനും പറ്റൂല. അതങ്ങനെയാണ്. കൊണ്ടുകഴിഞ്ഞാല് തലവേദന അങ്ങനെയുള്ള എന്തെല്ലോ പ്രശ്നങ്ങളാണ് ഗൈസ്. വയസ്സായില്ലേ? പിന്നെ വേറെന്താ പരിപാടി? നാളെ ടൈറ്റ് ഷെഡ്യൂൾ ആണ്. നാളെ ഫുള്ള് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. നാളെ ഞായറാഴ്ച. കണ്ണൂരിന്ന് വാങ്ങിയതല്ലേ ഇത്? പാപ്പിൻശ്ശേരിന്ന് വാങ്ങിയതാ? ആ ശരിയാ, നാറാത്തുനിന്ന് വാങ്ങിയത്. പാപ്പാന്റെ വീട്ടിന്റെ അങ്ങോട്ട് വരാം. പിന്നെ ഗൈസ് നമ്മള് ഒരു Q&A ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് Q&A ചെയ്യാതെ ലാസ്റ്റ് വീഡിയോയില് നമ്മളൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊറേ ചോദ്യങ്ങളൊക്കെ അതിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും കുറച്ചും കൂടി ചോദ്യങ്ങളൊക്കെ വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ? നെസുവിനെ കുറിച്ചിട്ടായാലും നമ്മളിപ്പോ പുതിയ വീട്ടിലേക്ക് വന്ന 2 മെമ്പേഴ്സ് ഉണ്ട്, അവരെ കുറിച്ചായാലും മൊത്തത്തിലൊരു നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പോരട്ടെ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്നിട്ട് ചെയ്യാൻ മറന്നു കേട്ടോ മർസി. അപ്പൊ ഇപ്പം തന്നെ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെതായി. പക്ഷെ നമ്മളിപ്പോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയത് നോക്കില്ലോ, നമ്മള് ഒന്നും ഇടാത്തോണ്ട് അതില് കമ്മ്യൂണിറ്റി പോസ്റ്റില് എല്ലാരും കാണിക്കല് കുറവാണ്. ഈ വീഡിയോ കാണുന്നവർ എന്തായാലും താഴെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി കേട്ടാ. അവിടെ നെസ് ബേബി എപ്പോഴും എന്റെ ഒന്നിച്ചോ അല്ലെങ്കിൽ മർസിന്റെ ഒന്നിച്ചോ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, മർസി നിന്റെ അടുത്തുണ്ടോ? ആ ഓക്കെ, സമാധാനമായി. അതേപോലെ ഓടും ചോദിക്കും. അപ്പൊ ഇന്ന് ഞാൻ ഓട് ചോദിക്കുന്ന സമയത്ത് ഓളടുത്തും ഇല്ല, എൻ്റെ അടുത്തും ഇല്ല. എന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കയറിയിട്ട് എൻ്റെ ആ ജെല്ലുണ്ട്, ഞാൻ മുടിക്കേക്കുന്ന ജെല്ല്, അത് മൊത്തം ഓളെ തലക്കാക്കി അങ്ങ് മുടിയെല്ലാം ഇങ്ങനെ ഉണക്കി പറ്റിച്ചിട്ട് ഉരുട്ടി വെച്ചിന്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, മോളെ ഇവിടെ ഇല്ലേന്നേക്ക് ബാപ്പാനെ ജെല്ലെടുത്ത് തലയിലാക്കുന്നത്. വന്ന് നോക്കുമ്പോ വലിയൊരു കൂന ഇങ്ങനെ തന്നെ വാരി എടുത്തിട്ട് തലേന്റെ ബാക്കിൽ, എനിക്ക് 1 മാസം തേക്കേണ്ട ചെല്ലാന്ന് വാരി എടുത്തിട്ട് തലേന്റെ ബാക്കിൽ ഇട്ടിട്ട് അത് നോക്കും മുടിയെല്ലാം മരക്കഷ്ണം പോലെ. ഇനി കൊറേ സമയം നമ്മൾ ഇങ്ങനെ പണിയെടുക്കുന്നു. എല്ലാ ഐറ്റംസ് ഇതാ അതിന്റെ മേലെ കയറിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ എന്നിട്ട് ഷാമ്പൂ ഇട്ടിട്ട് ക്ലീൻ ആക്കി കൊടുത്തിട്ടാ. അത് കുറച്ച് കുട്ടികൾക്ക് അത്ര സേഫ് അല്ല, നമ്മക്കും സേഫ് അല്ല, എന്നാലും നമ്മളെക്കാളും സേഫ് അല്ല കുട്ടികൾക്ക്. 6:00 പക്ഷെ അതിന് മുമ്പ് നമ്മള് കണ്ണൂര് പോയിട്ട് വരാം അല്ലേ? കണ്ണൂര് പോയിട്ട് വരുമ്പോ നമുക്ക് ഡോക്ടറെ അടുത്ത് കയറാം. അങ്ങനെ ചെയ്യാം. അതല്ലേ നല്ലത്. സെറ്റല്ലേ? എടുത്തോണ്ട് മോളെ എടുത്തു സെറ്റ് പറഞ്ഞേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ കുട്ടികളെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ലവ് ലാപ്പിന്റെ ഒരു അടിപൊളി ലിക്വിഡ് ക്ലെൻസർ ആട്ടോ. നമ്മളെ കുട്ടികളെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ നമ്മളെ കുട്ടികളെ ജേംസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ടോയ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ കേട്ടോ. ഇത് നോൺ ടോക്സിക് ആണ്. പിന്നെ അതുപോലെ തന്നെ 100% ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോർമൽ ലിക്വിഡ് ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ബാക്ടീരിയ പിന്നെ അതുപോലെ തന്നെ ജേംസ് ഒന്നും റിമൂവ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ലവ് ലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത ജേംസും ബാക്ടീരിയ ഒക്കെ ക്ലീൻ ആവും കേട്ടോ 100%. പിന്നെ നമ്മളെ മിൽക്ക് ബോട്ടിൽ
മിൽക്കിന്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പഞ്ച് എടുക്കുക. അതിൽ കുറച്ച് 2 ഡ്രോപ്സ് നമുക്ക് ഈ ഒരു ലിക്വിഡ് ആക്കുക. അതിനുശേഷം നമുക്കിത് ഉൾഭാഗവും പുറവും എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് ഒരു 10 സെക്കൻഡോളം ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മൾ ബേബിക്ക് ബോട്ടിൽ മിൽക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരു 2 ഡ്രോപ്സ് ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെ ഇതിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് നോർമൽ നമ്മളെ റണ്ണിങ് വാട്ടറിൽ തന്നെ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു 30 സെക്കൻഡോളം നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നമുക്ക് ടോയ്സും കാര്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നേരത്തെ നമ്മൾ മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്ത പോലെ ഇത് ഈ ഒരു സ്പഞ്ചിൽ 2 ഡ്രോപ്സ് നമ്മളെ ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമ്മളെ ബേബീസിൻ്റെ ടോയ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മളെ റണ്ണിങ് വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നമ്മളെ ബേബീന്റെ ഹെൽത്തും പിന്നെ അതുപോലെ തന്നെ ഹൈജീനൊക്കെ നോക്കുന്ന മദർ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അവിടെ മർസി ഇട്ട ഈ ഒരു അബായൊക്കെ കുറേ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഏതോ ഒരു ബ്ലോഗിൽ ഇട്ട സമയത്താണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായത്. ഇത് നദീറ എന്റെ പെങ്ങള് ഗൾഫിൽ പോയ സമയത്ത് കൊണ്ടുവന്നോ. അത് ഇവക്കും കൊണ്ടുവന്നിന്, എന്റെ അനിയന്റെ അതായത് 2 അനിയന്റെ ഭാര്യമാർക്കും കൊണ്ടുവന്നിന്. അപ്പൊ പോകുന്ന സമയത്ത് തന്നെ നെസ്ബേബിക്ക് ഒരു കേക്ക് വേണം നേരത്തെ പറയുന്നുണ്ട്. പറയാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. നമ്മളെന്തല്ലോ തിരക്കിന്റെ പിന്നെ പുറത്തങ്ങനെ ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നെസുവിന് കേക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. വാങ്ങിത്തരാട്ടാ, ഇന്ന് വാങ്ങിത്തരും. എന്ത് കേക്കാ വേണ്ട? റെഡ് വെൽവെറ്റാ, ഓറഞ്ച് എന്ത് പറയും? അവള് ഫസ്റ്റ് പഠിച്ച കളർ അതാ ഓറഞ്ച്. അതുകൊണ്ട് എന്ത് പറയും? ഫസ്റ്റ് ഓറഞ്ച് ആ ഒരു കളറാ പറയാ. ഇപ്പൊ ആണ് ബാക്കിയുള്ള കളറിൽ കുറച്ച് പഠിച്ചു വരുന്നത്. ഓറഞ്ച് ജ്യൂസ് അല്ലേ? സമ്മതിച്ച് ആളില്ലേ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാലില്ലേ ഒന്നും അങ്ങനെ നേരെ വേണ വർത്താനം പറയൂല. അല്ലാണ്ട് വളവളാക്കുന്ന പെണ്ണാണ് അല്ലേ, വളവളാക്കുന്ന മോളാണ്. മോക്ക് കേക്ക് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തുമ്പോ ആള് നല്ല ഉറക്കില്ല ചേട്ടാ. ആക്ക് വരുമ്പോ ആവിട്ട് ഇതാക്കണ്ട ഉറക്കം വരുന്നുണ്ടായിനി. അല്ലെങ്കിൽ കാറിൽ കയറിയ ഫസ്റ്റ് നല്ല ഉറക്കുറങ്ങും. എന്താണ് നമുക്ക് ഇവിടുന്ന് ചാട്ട് വാങ്ങിയാലോ, പാനിപ്പൂരി വാങ്ങിയാലോ? ചാട്ടെന്താ സാധനം? നീ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് സ്റ്റേഡാക്കിയേ. ചാട്ടെന്താ സാധനം? മറ്റേ ഇതാ പാനിപ്പൂരിന്റെ അതാ അതാ ഇത് വേണ്ട, ചായ വേണ്ട, ക്യാൻസലാ. ഓരോ സമയത്ത് ഓരോ പുതിയ എല്ലാരും ചോദിക്കാന്ന് തുടങ്ങി പ്രഗ്നന്റ് ആണെന്നല്ലേ. ഇപ്പൊ ഭയങ്കര ഫുഡിനോട് ഭയങ്കര ക്രേസ് ഇല്ലത്. തടി അതിനൊക്കെ കൂടുവട്ടാ. തടി കൂടിയൊക്കെ ജിമ്മിന് വന്നിട്ട് ജിമ്മിനല്ല. നമ്മള് പറഞ്ഞിരിക്കുന്നത് സേയ്പൂരിയും ചിക്കൻ പൂരി കേട്ടോ. സേയ്പൂരിന്റെ ഉള്ളിൽ ചിക്കൻ എടുക്കാന്ന് ചിക്കൻ പൂരി അല്ലേ? തീർക്കല്ലേ, എനിക്കും വേണേ. മീശകളായിട്ട് താടിക്കലായിട്ട് നമ്മളെ ഫുഡ് അടിയിലും കഴിഞ്ഞട്ടാ. ചായ കുടിക്കാന്നും പറഞ്ഞു വന്നിട്ട് ഇവള് സേയ്പൂരിയും മറ്റേ ചിക്കൻ പൂരിയും പിന്നെ മറ്റേ അല്ല ഞാനും തിന്നിനി. അല്ല നീ അല്ലത് പറഞ്ഞത്, ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു. ആകെ സീനാണ്. ഡോക്ടറെ അടുത്ത് പോയിട്ട് നല്ല തിരക്കട്ടാ. എന്ത് തിരക്ക്, ഇന്നിപ്പോ ഒന്നും ആവൂല. അതുകൊണ്ട് നമ്മള് വിചാരിച്ച ആദ്യം മർസീന്റെ സാധനം വാങ്ങിയിട്ട് വരാം, എന്നിട്ട് അതിന് ശേഷം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കയറാന്ന് വിചാരിക്കുന്നു. മോളിപ്പോ നല്ല ഉറക്കി തന്നെ ഉള്ളത്. 7 വരെയല്ലേ ഉള്ളത്? 8 മണി വരെ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നാളെ മറ്റന്നാളായിട്ട് വരാം അല്ലേ? നാളെ ഞായറാഴ്ച, മറ്റന്നാളെ വരാം ഇൻഷാല്ലാ. കണ്ണൂർ പോകുമ്പോൾ ഷോപ്പ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ സാധനം ഒന്നും കിട്ടൂല. അങ്ങനെ നമ്മള് കണ്ണൂരെത്തി ഗൈസ്. കണ്ണൂര് നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ് ഈ പാർക്കിങ്. ഒരു പാർക്കിംഗ് കിട്ടൂല. നമ്മളിപ്പോ ഒരു ജ്വല്ലറിന്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. മിക്കേ നമ്മളെ കൂട്ടറാ, എന്റെ മോളെ കൂട്ട് ഒറ്റക്ക് നടക്കുന്നു പറഞ്ഞിട്ട് വരുന്നേ. ബാപ്പ വരുന്നുണ്ട്, ബാക്കിലുണ്ട്. 10 പേരാണോ? 10 പേര്.
കഴിഞ്ഞ നമ്മളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് ഇവിടെ ഇതിലെ പോയി ഇതിലെ പോകും നമ്മളെ ഈ പറയുന്നത് കേൾക്കുമോന്ന് അറിയില്ല സൗണ്ടുണ്ട് നമ്മുടെ US എത്തുന്ന തന്നെ കേട്ടോ നമ്മള് സ്ഥിരമായിട്ട് മേക്കവറിന്റെ എല്ലാം വാങ്ങാൻ ഇത് ഓരോ സാധനം കാണിച്ചിട്ട് ഉമ്മീന്റെ അതുണ്ട് ഉമ്മീന്റെ മറ്റേതുണ്ട് അത് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് കൈ പിടിക്കേ എന്നും ബാപ്പാന്റെ പിടിച്ചോ ഉമ്മീന്റെ വേണ്ട ബാപ്പാന്റെ പിടിക്ക ജിമ്മലുണ്ട് ആള് ഇത്രയും സമയം ഈ വെള്ളത്തിൽ നിന്ന് കളിക്കുന്ന കേട്ടോ ഉണ്ടായത്. ഇഷ്ടായിനാ ഒരു പുഡിങ് വാങ്ങി നമ്മള് മറ്റേ കേക്ക് വാങ്ങാന്നാ പറഞ്ഞിട്ടുണ്ടായത്. ഇനി എന്തായാലും അത് പൂട്ടിയിട്ടുണ്ടാവും. നമ്മള് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോ അവിടെ പുഡിങ് ഉണ്ടിട്ട് പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു മോള്. അത് മതിയല്ലേ നമുക്ക്? മോളെ എന്നെ പോലെ എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടും. നിർബന്ധം അങ്ങനെയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. കൊറേ ആയി കാണുന്നല്ല ഇവിടെ ഇങ്ങനെ കണ്ടിന്. ക്ലിക്ക് ചെയ്യണം, അപ്പുറത്ത് ക്ലിക്ക്. നമ്മളങ്ങനെ വീട്ടിലെത്തിയട്ടാ. ഓരോന്ന് കാണിച്ചു തരുന്നു ബാപ്പ. വ്ളോഗ് എടുക്ക് ഞാൻ ബാപ്പ ഓരോന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ബില്ലുണ്ടാ? അപ്പൊ കേസ് നമ്മുടെ ഡോക്ടറെ കാണിക്കല് നടന്നിട്ടില്ല കേട്ടാ. നമ്മള് വരാൻ വേണ്ടി ലേറ്റ് ആയി. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മള് വന്നിട്ടുണ്ടായത്. അപ്പൊ Q&A കാര്യം മറക്കണ്ട കേട്ടോ. ആരും ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. പിന്നെ കുറെ ആൾക്കാർ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പേ കമന്റ് കുറെ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മള് എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം. പിന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടും, അതിലും നിങ്ങൾ ചോദിക്കാട്ടോ. മോളെ അതാണ് വെച്ചേ. ഉമ്മി ഇപ്പം വന്നിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.